ഹായ് ഗൈസ്, ഈ വീഡിയോയിലോട്ട് ഷെയർ ചെയ്യുന്നത് HDFC ബാങ്കിൻ്റെ CDM ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ആദ്യമായി തന്നെ പറയുന്നത് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ആദ്യമായി തന്നെ നിങ്ങൾ CDMലോട്ട് വന്നിട്ട് ATM കാർഡ് ഇടേണ്ട സ്ലോട്ടിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഭാഷ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ഇൻ്റർഫേസ് തെളിഞ്ഞു വരുന്നതാണ്. അതിനുശേഷം കുറച്ച് നേരം അങ്ങോട്ട് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏത് സർവീസാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ക്യാഷ് ഇടാൻ വേണ്ടിയിട്ടാണല്ലോ, നമ്മുടെ അക്കൗണ്ടിലോട്ട് ഇടാനല്ലോ. അപ്പോൾ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും ഒന്ന് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഏത് ടൈപ്പിലുള്ള അക്കൗണ്ടാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. എൻ്റെ സേവിങ്സ് അക്കൗണ്ട് ആയതുകൊണ്ട് ഞാൻ സേവിങ്സ് അക്കൗണ്ട് എന്നുള്ളത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ATM പിൻ നമ്പർ എൻ്റർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ATM പിൻ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വന്നതിന് ശേഷം നമുക്ക് ക്യാഷ് ഇട്ട് കൊടുക്കേണ്ട സ്ലോട്ട് ഓപ്പണായി വന്നിട്ടുണ്ട്. ആ പോയിൻ്റ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിലോട്ട് നമ്മൾ ക്യാഷ് ഇട്ട് കൊടുക്കുക. ക്യാഷ് നിവർത്തിയതിന് ശേഷം അത് ഇട്ട് കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി തന്നെ അടയും. അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്ലീസ് വെയിറ്റ് എന്ന് പറയുന്ന വീണ്ടും ഒരു വിൻഡോ വരുന്നതാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും നമ്മൾ ഇട്ടിരിക്കുന്നത് എത്ര എമൗണ്ടാണ്, ഏതൊക്കെ നോട്ടുകളാണ്, എത്ര നോട്ടുകളാണ് ഇട്ടിട്ടുള്ളത് എന്നുള്ളത് കാണാൻ സാധിക്കും. അപ്പോൾ അത് കൺഫേം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ അത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും പ്ലീസ് വെയിറ്റ് എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് വരുന്നതാണ്. ഇതോടുകൂടിയിട്ട് നമ്മുടെ ക്യാഷ് ഡെപ്പോസിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് മെസ്സേജ് വന്നിട്ടുണ്ടാകും ക്യാഷ് ആഡ് ആയിട്ടുണ്ട് എന്നുള്ള നിലയിൽ. അപ്പോൾ തന്നെ നമുക്ക് ആ മെഷീനിൽ നിന്നൊരു സ്ലിപ്പ് ലഭിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ കാർഡ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കാർഡ്ലെസ് ആയിട്ട് എങ്ങനെ നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾ ഇൻ്റർഫേസിൽ കാണുന്ന പ്ലസ് ഹെയർ ടു കാർഡ്ലെസ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഒരു ഭാഗമാണ് ആദ്യമായി വരുന്നത്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്യാഷ് ഡെപ്പോസിറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം 14 അക്ക അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അക്കൗണ്ടിലോട്ടാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളിനി മറ്റാരുടെയെങ്കിലും അക്കൗണ്ടിലോട്ടാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ട് നമ്പറാണ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം കറക്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീണ്ടും എൻ്റർ ചെയ്യാൻ പറയും. 14 അക്കൗണ്ട് നമ്പർ ഇവിടെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ കറക്റ്റായിട്ടല്ല നിങ്ങൾ എൻ്റർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ബാങ്ക് ഹോൾഡറിൻ്റെ നെയിം അതിനുശേഷം വരുന്ന വെരിഫിക്കേഷനിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം കറക്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്ലീസ് വെയിറ്റ് എന്ന് ഇത് കാണിക്കുന്ന ഒരു ഇൻ്റർഫേസ് വരും. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള അക്കൗണ്ട് നമ്പറിൻ്റെ ബാങ്ക് ഹോൾഡറിൻ്റെ നെയിമാണ്. അതിനുശേഷം നമ്മുടെ അടുത്ത് പറയുക ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനാണ്. ഇതിപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് മൊബൈൽ നമ്പർ വേണമെങ്കിലും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കറക്റ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ടാണ് വരുന്നത്. ഇവിടെ കൺഫേം എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളെല്ലാം ഒന്ന് വായിച്ചു നോക്കിട്ടോ. അതിനുശേഷം കൺഫേം എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം വരുന്നത് നിങ്ങൾ ഈ ക്യാഷ് ആരുടെ അക്കൗണ്ടിലോട്ടാണ് ഇടുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ടിലോട്ട് തന്നെ ഇടുന്നതുകൊണ്ട് മൈ ഓൺ അക്കൗണ്ട് എന്നുള്ളതിലാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ക്യാഷ് ഇടാനുള്ള ആ സ്ലോട്ട് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ഭാഗം ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അതിൽ നമ്മൾ എത്ര രൂപയാണോ ഇടേണ്ടത് അത് മടക്കാതെ നിവർത്തിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഈ രൂപത്തിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഓട്ടോമാറ്റിക്കലി അടയും. അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്ലീസ് വെയിറ്റ് എന്ന് ഇത് കാണിക്കുന്ന ഒരു ഇൻ്റർഫേസ് വരുന്നതാണ്. ആ ഇൻ്റർഫേസ് വന്നതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഇട്ടിരിക്കുന്ന ക്യാഷ് എത്രയാണ്, ഏതെല്ലാം നോട്ടുകളാണ്, എത്ര എണ്ണമാണ് ഇട്ടിട്ടുള്ളത് എന്നുള്ളതെല്ലാം കാണാം. അത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ കൺഫേം എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം പ്ലീസ് വെയിറ്റ് എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് കാണുന്നതാണ്. അതോടുകൂടിയിട്ട് നമ്മളുടെ ക്യാഷ് ഡെപ്പോസിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഇതിൻ്റെ മെസ്സേജുകളെല്ലാം വന്നിട്ടുണ്ടാവും. ക്യാഷ് ആഡ് ആയിരിക്കുന്നതിൻ്റെ മെസ്സേജ്. അതിനുശേഷം നമുക്കൊരു റെസിപ്റ്റ് ലഭിക്കുന്നതാണ്. CDM മെഷീനിൽ നിന്ന് തന്നെ നമുക്കതിൻ്റെ റെസിപ്റ്റ് ലഭിക്കും. നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ റെസിപ്റ്റ് ലഭിക്കും. ഇത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.